ഇന്നൊരു കുട്ടി കഥ പറയാനുണ്ട്. ഈ ബോർഡറിലെ എല്ലാ ചെടിയും വാങ്ങിയ കൂട്ടത്തിൽ ഞാനൊരു ഡാലിയ ട്യൂബറും വാങ്ങിയായിരുന്നു. ആ ഡാലിയ ട്യൂബർ വളർന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ ഇത് ഒരാഴ്ച മുൻപ് എങ്ങനെയാണ് ഇരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഒരു ഗ്രോത്തും പുറത്തോട്ട് വരാതിരിക്കുമായിരുന്നേ. ആകെപ്പാടെ ഒരു വുഡീസ് ഭാഗം മാത്രം പുറത്തോട്ട് നിൽക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇത് ചത്തെന്ന്. ബിക്കോസ് ഇത് വെച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അടുത്ത് അതിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു തണ്ടായിരുന്നു. ആ തണ്ട് ഞാനിങ്ങനെ പിടിച്ച് വലിച്ചത് പുറത്തോട്ട് ഇറക്കി. എനിക്ക് വലിച്ചപ്പോഴേ എനിക്ക് മനസ്സിലാകേണ്ടതായിരുന്നു ഇതിൻ്റെ അടിയിൽ ഗ്രോത്ത് ഉണ്ടെന്ന്. ബിക്കോസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് വലിച്ചെടുത്തപ്പോൾ എന്തോടാ ദാണ്ട് ഗ്രോത്ത് അടിയിൽ. അപ്പോൾ ഇത് മുകളിലോട്ട് വളർന്ന് വരുന്നതായിരുന്നെന്ന് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല കേട്ടോ. അത് ദേ ഇങ്ങനെയാണ് ഇരുന്നത്. പാനിക് സിറ്റുവേഷൻ. എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടായിപ്പോയി. ഞാൻ അതുപോലെ തന്നെ ആ കുഴിക്കാത്തോട് തിരിച്ചിട്ടു. എന്നിട്ട് ഈ ഗ്രോത്ത് ഉള്ള ഭാഗം മുകളിലോട്ട് നിർത്തുക. ഇതുപോലെ ജസ്റ്റ് മുകളിൽ കാണുന്ന പോലെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എത്ര ദിവസം മുമ്പ്? 6 ദിവസം മുമ്പ്. 6 ദിവസം കൊണ്ടാണ് അത് ഇത്രയും വളർന്നത്. പിന്നെ നമ്മൾ ജെമിനിയോട് ചോദിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസത്തേക്ക്, അതായത് ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചില്ല. പക്ഷേ എന്നിട്ടും അത് വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ റൂട്ട് ചിലപ്പം അഴുകിപ്പോയേനെ. അതൊന്നും പറ്റാണ്ട് എന്തായാലും സക്സസ്ഫുള്ളി നമ്മുടെ പ്ലാന്റ് മുന്നോട്ട് ഷൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത് വലുതായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റഡ് പിക്ചർ ഞാൻ വേറെ കാണിച്ചു തരാം.